തിരുവചനം തിരുവചനം. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഇന്ന് നിങ്ങളുമായി ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന തിരുവചനം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 17-ാമത്തെ അധ്യായത്തിൻ്റെ 14 മുതലുള്ള വചനങ്ങളാണ്. അത് അപസ്മാര രോഗിയെ സുഖപ്പെടുത്തുന്നു എന്നാണ് ആ വചനത്തിൻ്റെ തലവാചകം. വചനം വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് നമുക്കിങ്ങനെ വായിക്കാം. അവർ ജനക്കൂട്ടത്തിൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ ഒരാൾ കടന്നു വന്ന് ഈശോയുടെ മുമ്പിൽ പ്രണമിച്ചുകൊണ്ട് പറഞ്ഞു, കർത്താവേ, എൻ്റെ പുത്രന് കനിയണമേ. അവൻ അപസ്മാരം പിടിപെട്ട് വല്ലാതെ കഷ്ടപ്പെടുന്നു. പലപ്പോഴും അവൻ തീയിലും വെള്ളത്തിലും വീഴുന്നു. ഞാൻ അവനെ നിൻ്റെ ശിഷ്യന്മാരുടെ അടുത്ത് കൊണ്ടുവന്നു, പക്ഷെ അവനെ സുഖപ്പെടുത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല. യേശു പ്രതിവചിച്ചു, വിശ്വാസമില്ലാത്തതും വഴിപിഴച്ചതുമായ തലമുറയെ, എത്ര നാൾ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും? എത്ര നാൾ ഞാൻ നിങ്ങളോട് ക്ഷമിച്ചിരിക്കും? അവനെ എൻ്റെ അടുത്ത് കൊണ്ടുവരാൻ. യേശു അവനെ ശാസിച്ചു. പിശാച് അവനെ വിട്ടുപോയി. തൽക്ഷണം ബാലൻ സുഖം പ്രാപിച്ചു. പ്രിയപ്പെട്ടവരെ, പൈശാചിക ബാധയുള്ള ഒരു കൊച്ചിനെയും കൊണ്ട് വന്ന് അപ്പൻ പറയുകയാണ്, കർത്താവെ, എൻ്റെ മകനെ സുഖപ്പെടുത്തണം. ഈ സംഭവം നടക്കുന്നത് യേശു താബോർ മലയിൽ രൂപാന്തരപ്പെട്ടതിന് ശേഷം താഴേക്ക് ഇറങ്ങി വരുമ്പോഴാണ്. മലമുകളിൽ തൻ്റെ മഹത്വം പത്രോസും യാക്കോബും യോഹന്നാനും വെളിപ്പെടുത്തി കൊടുത്തു. അവിടെ പ്രവാചകന്മാരുടെ കൂടെ മോശയോടും ഏലിയായോടും കൂടെ നിന്ന് ദൈവിക സാന്നിധ്യത്തിൻ്റെ അഭൗമികമായ അനുഭവത്തിലായിരുന്ന യേശു ശിഷ്യന്മാർ പറഞ്ഞു, നമുക്ക് താഴേക്ക് ഇറങ്ങിപ്പോകാം, നമുക്കിവിടെ 3 കൂടാരങ്ങൾ ഉണ്ടാക്കാം എന്നവർ പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞില്ല, നമുക്ക് താഴേക്ക് പോകാം. താഴെ നമ്മളെ കാത്തിരിക്കുന്ന അനവധി പേരുണ്ട്. താഴേക്ക് ഇറങ്ങി വരുന്ന ആദ്യം തന്നെ യേശുവിൻ്റെ അടുത്തേക്ക് വരുന്ന ഒരു യാചനയാണിത്, പൈശാചിക പീഡ ഒഴിവാക്കണമെന്ന്. ഈ അപ്പൻ മോനെയും കൊണ്ട് വന്ന്, എൻ്റെ കൊച്ചിന് പൈശാചിക പീഡയുണ്ട്, നീ അത് മോചിപ്പിച്ച് തരണം എന്നാണ് ആവശ്യപ്പെടുന്നത്. ശിഷ്യന്മാർ പറഞ്ഞിട്ട് അവർക്ക് സാധിച്ചില്ല എന്നൊരു പരാതിയും കൂടെ കൊടുത്തിട്ടുണ്ട്. പൈശാചിക പീഡ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുക? നമുക്കറിയാം പ്രിയപ്പെട്ടവരെ, പൈശാചിക പീഡ എന്ന് പറയുമ്പോൾ പിശാചിൻ്റെ സാന്നിധ്യവും ശക്തിയും ഒരുവിൽ പ്രവർത്തിക്കാൻ തുടങ്ങുന്നു എന്നാണ് അർത്ഥം. തീർച്ചയായും പിശാചുണ്ട്, പിശാചിന് പ്രവർത്തനങ്ങളുമുണ്ട്. ഈ പിശാച് ദൈവിക പദ്ധതിക്ക് എതിർ നിൽക്കുന്നതാണ്. തിന്മയുടെ അവതാരമാണ് പിശാചം. അതുകൊണ്ട് തന്നെ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നപ്പോൾ പിശാചുക്കളെ ബഹിഷ്കരിക്കുക എന്നൊരു ദൗത്യവും യേശു ഏറ്റെടുത്തു. സുവിശേഷങ്ങൾ വായിച്ചു പോകുമ്പോൾ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, യേശു ചെയ്ത ആദ്യത്തെ അത്ഭുതമായി കാനായിലെ കല്യാണ വിരുന്ന് എന്ന സംഭവം യോഹന്നാൻ സുവിശേഷകൻ മാത്രമാണ് കുറിച്ചു വെച്ചത്. അത് ആദ്യത്തെ സംഭവമാണെന്ന് യോഹന്നാൻ അടിവരട്ട് പറഞ്ഞു വെക്കുകയും ചെയ്തു. പക്ഷേ മറ്റ് സുവിശേഷങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ അറിയാം, യേശു ചെയ്തതായി ആദ്യം രേഖപ്പെടുത്തിയ സുവിശേഷ ഭാഗം ഏതാണെന്നും. മത്തായിയുടെ കാഴ്ചപ്പാടിൽ മലയിലെ പ്രസംഗം കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ യേശു ആദ്യം സുഖപ്പെടുന്നത് ഒരു കുഷ്ഠരോഗിയാണ്. മർക്കോസും ലൂക്കായും യേശു ചെയ്ത അത്ഭുതമായി ആദ്യം രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത് പിശാച് ബാധ ഒഴിവാക്കിയതാണ്. കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തിയതാണ് ആദ്യത്തെ അത്ഭുതമായി മത്തായി രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. മത്തായി അതിന് അടിക്കുറപ്പ് യേശു ചെയ്ത അത്ഭുതങ്ങളുടെ ആരംഭമാണ് അതെന്ന് കുറിച്ച് വെച്ചതെങ്കിൽ നമ്മളത് ഏറ്റു പറയേണ്ടി വന്നേനെ. യോഹന്നാൻ മറുവശത്ത് കുറിച്ച് വെച്ചതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും കാനായിലെ കല്യാണ വിരുന്നിന് അത്ഭുതമാണ് ആദ്യത്തെ എന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മർക്കോസും ലൂക്കായും പൈശാചിക പീഡ ഒഴിവാക്കിയതാണ് ആദ്യത്തേതായി രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. അപ്പോൾ ഓർക്കണം, ഈ 2 പേരുടെ കാഴ്ചപ്പാടിൽ ലോകത്തിൽ യേശുവിൻ്റെ ഏറ്റവും വലിയ ദൗത്യം എന്താ? പിശാചിനെ പുറത്താക്കിയതാണ്. എന്താണ് പിശാച്? തിന്മയാണ് പിശാച്. ഈവൾ എന്നതിൻ്റെ പെരുക്കമാണ് ഡെവിള്. തിന്മകൾ പെരുകി പെരുകി വരുമ്പോഴാണ് പിശാചായി മാറുന്നത്. ആ പിശാചിനെ ഈ ലോകത്തിൽ നിന്നും
മനുഷ്യ മക്കളിൽ നിന്നും പുറത്താക്കാൻ വേണ്ടിയിട്ടാണ് യേശു ക്രിസ്തു അവതരിച്ചത് തന്നെ. അപ്പോൾ പിശാചിൻ്റെ സ്വാധീനത്തിലായിരുന്നു മനുഷ്യകുലം. ആ സ്വാധീനത്തെ പെട്ടുകിടന്ന മനുഷ്യകുലത്തെ രക്ഷിക്കാനായി മനുഷ്യനായി അവതരിക്കുകയും വേദനകൾ സഹിക്കുകയും കുരിശിൽ മരിക്കുകയും യേശു ചെയ്തു. പിശാചിൻ്റെ കെട്ടുപൊട്ടിക്കാനാണ്. അവൻ പാപപരിഹാര ബലിയായി മാറി എന്നൊക്കെ പറഞ്ഞു വെക്കുന്നതാണ്. അവൻ നമുക്ക് വേണ്ടി നിരതദ്രവ്യമായി, മോചനദ്രവ്യമായി എന്നൊക്കെ പറഞ്ഞു വെക്കുന്ന അർത്ഥം. അടിമയായി വെച്ചിരിക്കുന്നതിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി തുക കെട്ടിവെക്കുന്നു. ഈ കെട്ടിവെച്ച തുക ഭൗതികമായ നോട്ട് കെട്ടുകളോ ഡോളറുകളോ അല്ല, യേശുവിൻ്റെ ജീവൻ തന്നെയാണ്. അതായത് പിശാചിൻ്റെ സ്വാധീനത്തെ നശിപ്പിക്കാനാണ് യേശു വന്നത്. ഇതാണ് മർക്കോസും ലൂക്കായും ലോകത്തെ പഠിപ്പിക്കാൻ ആഗ്രഹിച്ചത്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, എല്ലാ കാലത്തും പിശാചിൻ്റെ പ്രവർത്തനങ്ങളുണ്ട്. ആ പിശാചിൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് മോചിപ്പിക്കുവാനാണ് യേശു വന്നിരിക്കുന്നതെങ്കിൽ ആ യേശുവിൻ്റെ അടുത്ത് നമ്മൾ ചെല്ലേണ്ടതും ഈ ബന്ധനങ്ങൾ മാറാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് ഈ അപ്പം വന്ന് എൻ്റെ കൊച്ചിനെ പിശാച് ബാധ രക്ഷപ്പെടുത്തണമെന്ന് പറയുന്നത് ഒരു ചെറിയ ഫ്രെയിം വർക്ക് അല്ല നമ്മളൊന്ന് കാണേണ്ടത്. ഇത്തിരി വിശാലമായ ക്യാൻവാസ് കണ്ടു നോക്കിയും ഈ ലോകത്തിലുള്ള എല്ലാ ആത്മീയ ആചാര്യന്മാരും എല്ലാ മാതാപിതാക്കളും യേശുവിനോട് അപേക്ഷിക്കേണ്ടത് തന്നെ, ഈശോയെ എൻ്റെ മകന് പിശാച് ബാധിച്ചിരിക്കുന്നു. അതായത് അവനിൽ തിന്മ കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. പിശാച് എന്ന് പറയുന്നത് വലിയൊരു ആശയം കൂടിയാണ് പ്രിയപ്പെട്ടവരെ, ഒരു യാഥാർത്ഥ്യം കൂടിയാണിത്. ഒരു പിശാച് എങ്ങനെയാണ് ഒരുവനെ അടിപ്പെടുത്തുന്നത്? 3 വിധത്തിലാണെന്ന് പറഞ്ഞു വെക്കാറുണ്ട്. ഒന്ന്, പ്രലോഭനങ്ങൾ, ടെംപ്റ്റേഷൻസ്. പിശാച് അവൻ്റെ ഉള്ളിൽ നന്മയ്ക്കെതിരായ പ്രലോഭനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഈ ശരിയും തെറ്റും അവൻ്റെ മനസ്സിൽ കിടന്ന് അമ്മാനമാടുമ്പോൾ അവൻ്റെ മനസ്സ് ചിലപ്പോൾ പ്രലോഭനങ്ങളിലേക്ക് പെട്ടു. അതാണ് ഒന്നാമത്തെ ഇടപെടൽ. അവനറിയാൻ ശരിയല്ല എന്നറിയാലും പ്രലോഭനങ്ങൾ പെട്ടുപോകും. അതുകൊണ്ടാണ് പിശാചിൻ്റെ സ്വാധീനത്തെ ഇല്ലാതാക്കാനാണ് ഈശോ പറഞ്ഞത്, പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ എന്ന് പ്രാർത്ഥിക്കാൻ. ഒന്നാമത്തെ അതാണ്. രണ്ടാമത്തത്, പിശാച് അവനിൽ കഴിയുമ്പോൾ അവൻ്റെ ചിന്തകളും മനോഭാവങ്ങളും മാറ്റം ഉണ്ടാകും. ഒബ്സഷൻ എന്ന് പറഞ്ഞു വയ്ക്കും. ആദ്യത്തിന് ടെംപ്റ്റേഷൻ എന്ന് പറഞ്ഞു വെച്ചാണെങ്കിൽ രണ്ടാമത്തത് ഒബ്സഷനായി. ചിലത് അവന് ഷാഠ്യങ്ങളും വാശികളുമായിരുന്നു. ഇങ്ങനെയൊക്കെ ആകണം, ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നൊക്കെ ചില ഒബ്സഷൻസായി. അതായത് മദ്യപാനം ഒരു ശീലമായി മാറുകയാണ്, ഒബ്സഷനായി മാറി. അവനിൽ സെക്സ് അവനൊരു ഒബ്സഷനായി മാറി. അല്ലെങ്കിൽ ഈ വസ്ത്രധാരണ രീതി, ഈ എക്സിബിഷനിസം, ഇതൊക്കെ അവനൊരു രീതിയായി മാറി. അത് പിശാച് അവനെ അടിപ്പെടുത്തുക. പതുക്കെ പതുക്കെ തമാശയ്ക്ക് തുടങ്ങിയ ചില കാര്യങ്ങളാകാം. അത് അവനിൽ എത്തിക്കുന്നത് അവൻ്റെ ശീലങ്ങളിലൂടെ അവൻ വിധേയപ്പെട്ട് നിൽക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുപോവുക. ഇതാണ് ഒബ്സഷൻ. മൂന്നാമത്താണ് പൊസഷൻ എന്ന് പറഞ്ഞു വെക്കുന്നത്. അത് ബാധിച്ചു കഴിഞ്ഞിരിക്കുന്നു. ബാധിച്ചു കഴിഞ്ഞാൽ അവന് വേറിട്ടൊരു ശൈലിയില്ല, ആ ശൈലിയിലേക്ക് മാറി. ഇപ്പോൾ വെള്ളം എന്ന് പറയുന്ന ഓർത്ത് നോക്കിയേ, ഒരു കുപ്പിക്കകത്തൊഴിച്ചാൽ കുപ്പിയുടെ ഷേപ്പായി മാറും, ട്യൂബിൻ്റെ അകത്ത് ഒഴിച്ചാൽ ആ ഷേപ്പായി മാറും, ഒരു കലത്തിലൊഴിച്ചാൽ ആ ഷേപ്പായി മാറും. അതായത് ഒരു നല്ല മനുഷ്യൻ പിശാചിന് അടിപ്പെട്ട് കഴിഞ്ഞ് ബാധിച്ചു കഴിയുമ്പം അവൻ ആ രീതിയിൽ പെരുമാറി തുടങ്ങും. പിന്നെ അവൻ്റെ മനസ്സിൽ നോർമലായിട്ടൊന്നുമില്ല. അവൻ ചിന്തിക്കും മറ്റുള്ളവരൊക്കെ മോശം ചിന്തിക്കും. ഈ കാലഘട്ടങ്ങൾ ചിലപ്പോൾ എനിക്ക് തോന്നാറുണ്ട്, ഈ 3 തരത്തിലും പിശാച് ബാധകൾ സമൂഹത്തിൽ സംഭവിച്ചിരിക്കാം. അപ്പൻ വന്ന് എൻ്റെ മകനെ പിശാച് ബാധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ചതുപോലെ എല്ലാ അപ്പന്മാരും എല്ലാ മുതിർന്നവരും ആത്മീയ ആചാര്യന്മാരും യേശുവിനോട് പ്രാർത്ഥിക്കണം, ദൈവമേ ഇന്ന് ഞങ്ങളുടെ ലോകത്തിന് ഈ വിധം ബാധ സ്വാധിച്ചിരിക്കുക പിശാചിൻ്റെ ആവാസം. 3 തരത്തിൽ. ഒന്ന്, പ്രലോഭനങ്ങളുണ്ട്, ധാരാളം പ്രലോഭനങ്ങൾ. അത് ചെറിയ കുട്ടി തൊട്ട് എപ്പോഴും അവൻ പ്രലോഭനങ്ങളിലാണ്. ഒരു മൂടി വെച്ചിരിക്കുന്ന പലഹാരം എടുത്ത് തിന്നാൻ തോന്നുന്ന പ്രലോഭനം തൊട്ട്, പപ്പായുടെ പോക്കറ്റിൽ നിന്ന് പൈസ എടുക്കാൻ തോന്നുന്ന പ്രലോഭനം തൊട്ട്, ഒളിഞ്ഞ് പാത്തിരുന്ന് ടി വിയിൽ ഒരു മോശ സീൻ കാണിക്കുന്ന പ്രലോഭനം തൊട്ട്, എല്ലാം പ്രലോഭനങ്ങളാണ്. ഇതിൻ്റെ അകത്ത് പിടിച്ചു നിൽക്കാൻ മനസ്സ് ധൈര്യമില്ലെങ്കിൽ പ്രലോഭനങ്ങൾ പെട്ടുപോകും. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് കൂട്ടുകാരൻ നീട്ടി തന്നൊരു ബീഡി വലിക്കാനുള്ള പ്രലോഭനവും, കൂട്ടുകാരുടെ കൂടെ ചെന്ന് മോശം പടം കാണാനുള്ള പ്രലോഭനവും, ഒരു കുഞ്ഞ് പ്രേമത്തിപ്പെടാനുള്ള പ്രലോഭനമൊക്കെ ഇതിനകത്ത് പെടും. ഈ പ്രലോഭനം എന്ന് പറയുന്നതിൻ്റെ ആ പൈശാചികമായ കടന്നുവരം ഇത് തിരിച്ചറിയാൻ പലർക്കും പറ്റുന്നില്ല. കുട്ടികൾക്ക്, യുവജനങ്ങൾക്ക് അത് പിശാചിൻ്റെ ഇടപെടലാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്തത് കൊണ്ടാണ് അവൻ പരാജയപ്പെട്ടു പോകുന്നത്. രണ്ടാമത്തെ എന്താണ്,
അവനതിൻ്റെ ചില അടിമപ്പെടത്തിൽ അവൻ പെട്ടുപോയി, ചില അടിപ്പെട്ടു പോയി അവൻ ചില കാര്യങ്ങൾ. ചിലതൊക്കെ അങ്ങനെയാണ് ശരിയാണെന്ന് അവൻ ചിന്തിച്ചിരിക്കുക. ഇന്ന് ഞാൻ ചിലപ്പോഴൊക്കെ ചിന്തിക്കും, നമ്മുടെ കുറേ ആൺകുട്ടികൾ അറിയാണ്ട് തന്നെ ഈ താടിയും തലമുടിയൊക്കെ വളർത്തി നടക്കുക. അവരെന്തോ അതാണ് ശരി എന്നൊരു ചിന്തയിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ അതേ സമയത്ത് ആഗോളമായ സമൂഹത്തെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, അവർ കാണുന്നത് ഇതൊരു ഭീകരവാദത്തിൻ്റെയോ അപക്വമായ ശൈലിയുടെയോ ഒരു തെറ്റായ രീതിയുടെ പ്രകടനമായിട്ടാണ് കാണുന്നത്. പക്ഷേ ഈ കാലഘട്ടങ്ങൾ സിനിമകളിലൂടെ, മാധ്യമങ്ങളിലൂടെ, ചലകളിലൂടെ ഇതൊക്കെയാണ് നല്ലത് എന്ന ചിന്തയിലേക്ക് എത്തി. അതായിക്കഴിയുമ്പോൾ ആ ഒബ്സഷനിൽ മാറിയല്ല. അങ്ങനെ നടക്കുന്നതാണ് ശരി, അല്ലാത്തൊക്കെ മോശമാണ്, ഇതൊക്കെയാണ് പക്വത എന്ന് ചിന്തിക്കും. പക്ഷേ ഇതല്ല എന്നുള്ളത് അവന് മനസ്സാവുന്നില്ല. ഇവിടെ നമ്മുടെ നാട്ടിലൊക്കെ ഈ താടിയൊക്കെ വെച്ചിട്ട് ചെറുപ്പക്കാർ പിള്ളേരായാൽ പോലും ഒരിക്കലും അവൻ അമേരിക്കയിലോ യൂറോപ്പിലോ എവിടെയെങ്കിലും പോകുമ്പോൾ അവനറിയാം അത് നല്ല ലക്ഷണമല്ല. പലപ്പോഴും അവൻ്റെ വിസ നിഷേധിക്കപ്പെടാനും അവൻ്റെ ജോലി കിട്ടാൻ തടസ്സമായി മാറിപ്പോയിക്കും. കാരണം ഒരു മുസ്ലിം ഫോബിയ യൂറോപ്പിനെ ബാധിച്ചിരിക്കുന്നതുകൊണ്ട് ഒരു മുസ്ലിം ലുക്കുള്ള ഏത് വ്യക്തിക്കും ഒരു വിസ നിഷേധിക്കുന്ന കാലഘട്ടത്തിലേക്ക് എത്തി. ഇതറിയാതെ നമ്മുടെ അനേകം കുട്ടികളെ പെട്ടുപോയിരിക്കുകയാണ് ഇതിൻ്റെ അകത്ത്. അത് മുടി വേണ്ടാതിലും വളർത്തുന്നത് നമുക്ക് ചിലപ്പോൾ അത്ഭുതം തോന്നും. ഈ മുടിയൊക്കെ ഇങ്ങനെ വെച്ച് നടക്കുന്നുണ്ട്, എന്താണ് മെച്ചം? ഒന്നുമില്ല, ഒരു കോമാളി വേഷം കെട്ടി നടക്കൽ. പക്ഷെ അവൻ അറിയാതെ തന്നെ ഒരു തിന്മയുടെ അടിപ്പെട്ട് പോവുകയാണ്. നോർമൽ ലൈഫിൻ്റെ, മാന്യമായ ലൈഫിൻ്റെ ഒക്കെ ശൈലിയിൽ നിന്ന് അവൻ പുറന്തള്ളപ്പെടുക. ജീവിതത്തെ ഡിസോർഡറുകളാണ് ശരിയെന്ന് പിശാച് പറഞ്ഞു കൊടുക്കുകയാണ്. പിശാച് എപ്പോഴും ഈ ഡിസോർഡറുകളെ മഹത്വം എടുക്കാൻ തോന്നും. സാധാരണ സമൂഹത്തിൽ ഉൾക്കൊള്ളാൻ പറ്റാത്തൊക്കെയാണ് ശ്രേഷ്ഠം എന്നൊക്കെ പിശാച് ഈ മനസ്സുകളിൽ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഒരു കാലത്ത് വസ്ത്രമില്ലാതെ നടക്കുന്നതും അല്പവസ്ത്രമായി നടക്കുന്നതൊക്കെയാണ് ഏറ്റവും ശ്രേഷ്ഠമെന്നൊക്കെ പഠിപ്പിച്ച് കുറേ പേര് ആ തിന്മയിലേക്ക് പോയതും. മദ്യപിക്കുന്നത്, അല്ലെ കഞ്ചാവടിക്കുന്നത്, അല്ലെ ഏതെങ്കിലും ലഹരി വസ്തു പെട്ട് കിടക്കുന്നത്, അതൊക്കെ നോർമലാണെന്നാണ് പിശാച് ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് ചില പിള്ളേരുടെ തലയിൽ അത് നോർമലാണ്. മുടി എങ്ങനെ വളർത്താൻ എന്താ കുഴപ്പമിരിക്കുന്നത്? പക്ഷെ അവൻ ചിന്തിക്കുന്നില്ല, അവൻ്റെ പേഴ്സണാലിറ്റിയെ ചിലർ കാണുമ്പോഴും ഇത് അബ്നോർമലാണെന്ന് പല വിധിയിൽ എഴുതുന്നു. അതിൽ തന്നെ പല കാര്യങ്ങളും പാളിപ്പോവാം. ഒരു 20-25 വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 30 വർഷങ്ങൾക്ക് നമ്മുടെ നാട്ടിൽ കുട്ടികൾക്ക് പേരിട്ടപ്പോൾ ആരുടെയൊക്കെയോ ചിന്താധാരയിലൂടെ കടന്നുപോയതുകൊണ്ട് നമ്മുടെ പേരുകളെല്ലാം ഓമന പേരുകളാക്കി മാറ്റണം. നല്ല ഒന്നാമത് ജോസഫ് എന്നും തോമസ് എന്നും പേരുള്ളവനെയൊക്കെ ജിതിനെന്നും ബഞ്ചു എന്നും മിഞ്ചു എന്നും ഒക്കെ വിളിച്ചു. അന്നെല്ലാവരും പറഞ്ഞു അതാ ഫാഷൻ, ആരാന്ന് തിരിച്ചറിയേണ്ട. അതായത് ഈ ഇന്ത്യൻ സംസ്കാരത്തിലെ കുറേ വാക്കുകൾ കയറ്റി വെച്ചു. പക്ഷെ ഇന്ന് ആ കുട്ടികളൊക്കെ വിദേശത്തേക്ക് അപേക്ഷ അയക്കുമ്പോഴൊക്കെ മനസ്സിലാവില്ലേ, ആ പേര് കൊണ്ട് തന്നെ ചിലപ്പോഴൊക്കെ അവൻ്റെ ആ യോഗ്യതകൾ പലപ്പോഴും അവഗണിക്കപ്പെടുക. അവിടെ പീറ്റർ എന്നും തോമസ് എന്നും മേരി എന്നും അന്ന എന്നും ജേക്കബ് എന്നും മാത്യു എന്നൊക്കെ പേരിനൊക്കെ ഡിമാൻഡ്. ഈ ഷാജി എന്നും ഷിജി എന്നും ബിന്ദു എന്നും സിന്ധു എന്നൊക്കെ കൊടുത്ത പല പേരുകളുടെ പേരിൽ പലരും പുറന്തള്ളപ്പെടുക. അന്ന് പിശാച് ആ ഒരു ചിന്താധാര ഫാഷനാന്ന് പറഞ്ഞ് കൊടുത്തു. അത് കെണിയായി മാറി. ഇന്ന് ഈ താടിയും തലമുടിയും വളർത്തുന്നത് ഏറ്റവും നല്ലതാണെന്ന് കുറേ യുവജനങ്ങളെ പിശാച് പറഞ്ഞ് തലയിൽ കയറ്റിയിരിക്കുക. അത് അവന് നഷ്ടമായി മാറുമെന്ന് തിരിച്ചറിയുമ്പോഴത്തേക്കും കുറേ നാളിൽ കഴിയും. അതായത് ചില ബോധ്യങ്ങളിലേക്ക്, തെറ്റായ ബോധ്യങ്ങളിലേക്ക് പിശാച് വളർത്തും. അതാണ് ഒബ്സഷൻ എന്ന് പറഞ്ഞു വരുന്നത്. ഇങ്ങനെയൊക്കെ നടന്നാൽ മതി, എന്താ കുഴപ്പമിരിക്കുന്നത്? വിദേശങ്ങളിൽ നിന്നൊക്കെ അവരൊക്കെ പഴകി ഉപേക്ഷിച്ച പല ആചാരങ്ങളുമൊക്കെ നമ്മുടെ നാട്ടിലേക്ക് കടന്നു വരിക. ഞാനൊക്കെ പല വിദേശ രാഷ്ട്രങ്ങളിലും പല രാജ്യങ്ങളും പോയി അനുഭവിച്ച് പറയാം. ധാർമ്മികതയിലൊക്കെ വളരെയധികം നന്നായി പോകുന്ന ഒരു യുവതലമുറയാണ് അമേരിക്കയിലും യൂറോപ്പിലൊക്കെ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നവിടെ വളർന്നു വരുന്ന ആളുകൾ ഇത് പഴയ നമ്മുടെ ഹിപ്പി സംസ്കാരത്തിന് പോലെ മയക്കുമെന്ന് അടിപ്പെട്ടവരല്ല. ഈ ആർഭാടപരമായ ജീവിതത്തിന് അടിപ്പെട്ടവരല്ല അവർ. അവിടെ വസ്ത്രധാരണ രീതി മോശമല്ല, സിനിമയിലോ എവിടെയെങ്കിലുമൊക്കെ കാണുന്ന പോലെ ഒന്നുമല്ല. വളരെ ഭംഗിയായി വിശ്വാസത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന പുതിയ തലമുറയാണ് അമേരിക്കയിലും യൂറോപ്പിലും കണ്ടുകൊണ്ടിരിക്കുന്നത്. പള്ളിയിൽ പോകാൻ തയ്യാറാകുന്ന യുവജനങ്ങൾ അമേരിക്കയിൽ അവിടെ തന്നെ ജനിച്ചു വളർന്ന മലയാളി കുട്ടികളിൽ നിന്ന് 2 പേർ അവിടുത്തെ അച്ഛന്മാരായി. അവിടെ അമേരിക്ക ജനിച്ചു വന്ന അമേരിക്കൻ കൾച്ചർ വളർന്നു വന്നത്. അവിടെ ജനിച്ചു വന്ന പെൺകുട്ടികൾ സിസ്റ്റേഴ്സ് ആകാൻ തുടങ്ങുന്നു, മാന്യമായി വസ്ത്രം ധരിക്കുന്നു, കുരിശ് വരയ്ക്ക് പോകുന്നു, ധ്യാനത്തിന് പോകുന്നു, കുർബാനയ്ക്ക് കൊടുന്നു.
അവിടെ കൾച്ചർ ആത്മീയതയിലേക്ക് മാറുക. അവർ 25 വർഷം മുമ്പ് ഉപേക്ഷിച്ച് കളഞ്ഞ രീതികളൊക്കെ ഇപ്പോൾ ഫാഷൻ എന്ന് പറഞ്ഞ് നമ്മൾ ഏറ്റെടുത്തിരിക്കുക. അത് പിശാചിൻ്റെ ഒരു തട്ടിപ്പാണ്. ആ ഒബ്സഷൻ, ലഹരി വസ്തുക്കളെയും മദ്യത്തോടും സെക്സിനോടും മൊബൈലിനോടുള്ള ആ അടിമത്തം പിശാച് കെടുക്കുന്ന കെണിയാണ്. മൂന്നാമതായി പിശാച് പൊസഷൻ, നമ്മളെ മതിച്ചു കഴിഞ്ഞിരിക്കുന്നു, നമ്മളെ കീഴ്പ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. പിന്നെ നമ്മുടെ വ്യക്തിത്വമില്ല, പിശാചിൻ്റെ വ്യക്തിത്വമാണ് നമ്മൾ കടന്നു വരുന്നത്. പിശാച് പറയുന്ന പോലെ പെരുമാറുന്നത്, പിശാചിൻ്റെ രീതിയിലാണ് പെരുമാറുന്നത്. ഇതാണ് മൂന്നാമത്തെ പ്രശ്നം. അപ്പോൾ പൈശാചിക ബാധ എന്ന് പറയുവെച്ചാൽ ഈ 3 തരത്തിൽ വ്യതിയാനം ഉണ്ടാകുക സ്വഭാവത്തിൽ. ഇന്ന് ഞാൻ പലപ്പോഴും കണക്കാക്കും, ഒരു തലമുറയ്ക്ക് ഒരു പിശാച് ബാധ ലക്ഷണങ്ങൾ ഞാൻ കാണുന്നു. പ്രലോഭനങ്ങൾ ഭയങ്കര പ്രലോഭനങ്ങളിൽ പെട്ടുപോയിക്കൊണ്ടിരിക്കുന്നവർ. എങ്കിലും ആ കുഞ്ഞുങ്ങളൊക്കെ കരഞ്ഞും പ്രാർത്ഥിച്ചുമൊക്കെ രക്ഷപ്പെടാൻ നോക്കുന്നുണ്ട്. പക്ഷേ രണ്ടാമത്തത് 3ാമത്തെ തലം വളരെ ഭയചകിതമായ കാര്യങ്ങളാണ്. അതായത് ചില ദൂഷ്യീലങ്ങൾക്ക് അടിപ്പെട്ടു പോയിരിക്കുകയാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം, മൊബൈലിനോട് അമിതമായ അടുപ്പത്തം, നെറ്റ് ചാനൽ കാര്യങ്ങളോട് അമിതമായ അടുപ്പം. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ എത്രയോ കാലങ്ങൾക്ക് മുമ്പ് യൂറോപ്യൻ സംസ്കാരത്തിൽ നിന്നൊക്കെ അത് ശരിയല്ല, ജീവിതത്തിൽ നഷ്ടങ്ങളെ ഉണ്ടാക്കുമ്പോൾ തീരുമാനത്തിൽ അവർ പുറന്തള്ളി കളഞ്ഞിരിക്കും. നമ്മളിത് ആഘോഷമായി ഏറ്റെടുത്തിരിക്കുക. അവിടെ മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ നമ്മളിപ്പോൾ പ്രാർത്ഥന വേണമെന്ന് പറയാൻ തുടങ്ങി. പക്ഷേ ഈ ദുരന്തം ഉണ്ടാകുമ്പോൾ 20 വർഷം കഴിഞ്ഞായിരിക്കാം, 15-20 വർഷം കഴിഞ്ഞായിരിക്കാം ഒരു അതപ്പതിച്ച തലമുറ ഉണ്ടാകാൻ പോകുന്നത്. അവിടെ വിശ്വസ്തതയ്ക്കും വിശ്വാസത്തിനും തിരിച്ചു വന്നുകൊണ്ടിരിക്കുക, ഒരു ചരിത്രത്തിലെ തിരിച്ചുവരവിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് പൈശാചിക പാതയിൽ പെട്ടുപോകുന്ന ഒരു യുവതലമുറയെ ചിന്തിക്കണം നമ്മൾ. എൻ്റെ മകനെ പിശാച് ബാധിച്ചിരിക്കുന്നു, അവനെ സുഖപ്പെടുത്തണമേ എന്ന് യാചിച്ചപ്പോൾ ഈശോ പറഞ്ഞ ഉത്തരം എന്താ? വിശ്വാസമില്ലാതെ തലമുറയെ എന്നായി വെച്ചത്. എവിടെയാണ് പിശാച് ബാധ ഉണ്ടാകുന്നത്? വിശ്വാസമില്ലാത്തപ്പോഴാണ്. വിശ്വാസം ഉണ്ടാകണം. എന്തിന് വിശ്വാസം ഉണ്ടാകണം? ദൈവത്തിൻ്റെ ഇടപെടൽ വിശ്വാസം ഉണ്ടാകണം, ദൈവത്തിൻ്റെ ശക്തിയിൽ വിശ്വാസം ഉണ്ടാകണം, ദൈവമാണ് രക്ഷകനെന്ന് വിശ്വാസം ഉണ്ടാകണം. ആ വിശ്വാസം എവിടെ കുറഞ്ഞു പോകുന്നുവോ അവിടെ പിശാച് കയറി ഭരിക്കാൻ തുടങ്ങും. അതായത് വെളിച്ചം കുറയുന്ന സമയത്തേക്ക് ഇരുട്ട് കടന്നു വരും. വൈകുന്നേരം 6 മണിയുടെ പ്രത്യേകത എന്താ? സൂര്യപ്രകാശം മങ്ങിത്തുടങ്ങിയാൽ അന്ധകാരം കയറി വരും. ഇതുപോലെ സംഭവിച്ചിരിക്കുന്നത്. വിശ്വാസത്തിലാണ് വളർത്തേണ്ടത്. അതുകൊണ്ട് ഈ കാലഘട്ടങ്ങളിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ, യുവജനങ്ങളെ ആത്മീയ അടിത്തറയിൽ വളർത്താനാണ് ഗൗരവമായി ചിന്തിക്കേണ്ടത്. പിശാച് പറഞ്ഞു തരുന്ന ചിന്ത എന്താ? ഒബ്സഷൻ തലങ്ങളിൽ പിശാച് പറഞ്ഞു തരും, അത് വിശ്വാസമൊക്കെ സൈഡിൽ വെച്ചാൽ മതി, പണം ഉണ്ടാക്കണം, ജോലി ഉണ്ടാക്കണം, പണവും ജോലിയുമാണ് പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് എന്ത് ചെയ്താലും കുഴപ്പമില്ല, പണവും ജോലി ഉണ്ടാക്കിയാൽ മതി എന്നൊരു തെറ്റായ ധാരണ പിശാച് ഈ കാലഘട്ടം എല്ലാ തലമുറയിലും കൊടുത്തിട്ടുണ്ട്. പണമൊക്കെ ഒന്നുമല്ല, അതുകൊണ്ട് സുഖവും സമാധാനം കിട്ടുകയില്ല എന്ന തിരിച്ചറിവിലേക്ക് യൂറോപ്പ് പാശ്ചാത്യ ലോകം മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവർ പണത്തിന് വേണ്ടിയുള്ള അമിതമായ ആസക്തികളില്ല. ഇവിടെ നേരെ തിരിച്ച് സംഭവിച്ചു. അതുകൊണ്ടെന്താ, എല്ലാ ബന്ധങ്ങളും നന്മകളും പോയി കഴിഞ്ഞിരിക്കാം. വിവാഹ ബന്ധങ്ങളിൽ പോലും പലതും പരാജയപ്പെടാൻ കാരണം എന്താ? പണമുണ്ടാക്കാൻ. പണം എന്ന് പറഞ്ഞത്. ജോലി, പണം. കല്യാണം കഴിക്കേണ്ട പ്രായത്തിൽ 18 വയസ്സ് കല്യാണം, 20 വയസ്സ് കല്യാണം കഴിക്കാതെ ജോലി ഉണ്ടായിട്ട്, പൈസ ഉണ്ടായിട്ട്, വീടായിട്ട് ഇങ്ങനെ നീണ്ടുപോയി 30 വയസ്സായി കല്യാണം കഴിച്ചു. പലർക്കും കുഞ്ഞുങ്ങളുണ്ടാകുന്നില്ല. അതുമാത്രമല്ല, പണത്തിന് മുൻതൂക്കം കൊടുത്തപ്പോൾ അതേപോലെ ആൾക്കാർ നോക്കി. MBA പഠിച്ച പെണ്ണ് അതേപോലെ ജോലിയുള്ള MBAക്കാരനെ MCAക്കാരനെ നോക്കി. പലപ്പോഴും അങ്ങനത്തെ കുട്ടികളെ കിട്ടാതായപ്പോൾ പലരുടെയും കല്യാണം നടക്കുന്നില്ല. പെൺകുട്ടികൾക്ക് കല്യാണം നടക്കുന്നില്ല, ആൺകുട്ടികൾക്ക് കല്യാണം നടക്കുന്നില്ല. അതായത് പണമാണ് ദൈവമെന്ന് പിശാച് എല്ലാ കാലത്തും പറഞ്ഞു വന്ന ചിന്ത ഇന്നത്തെ തലമുറയെ ബാധിച്ചിരിക്കാം. ഇതൊരു ഒബ്സഷനാണ്, ഇതൊരു പൊസഷനാണ്, പിശാച് ബാധയാണ്. അതുകൊണ്ട് ആത്മീയ ആചാര്യന്മാർ തമ്പുരാൻ്റെ മുമ്പിൽ കാലെ കെട്ടിപ്പിടിച്ച് പ്രാർത്ഥിക്കേണ്ടത്, കർത്താവേ, എൻ്റെ മകനെ പിശാച് ബാധിച്ചിരിക്കുന്നു. ആ പിശാച് ബാധ എന്ന് പറയുന്നത് ഈ തലേ 2 കൊമ്പും പുറകെ വാലുള്ള ഒരിൻഡാറ്റിയുടെ പരിസ്ഥിതി വരുന്ന പിശാച് ബാധിച്ചെന്നല്ല എൻ്റെ അർത്ഥം. ചിന്താധാരകളിൽ ഉണ്ടാകുന്ന വ്യതിയാനമാണ് പിശാച് ബാധ. കാഴ്ചപ്പാടുകൾ മാറുന്നു, അതാ പ്രശ്നം. മൂല്യമെന്നും ശ്രേഷ്ഠമെന്നും പറഞ്ഞതൊക്കെ തകിടം പറിച്ചിരിക്കുന്നു.
ഒരു കാലത്ത് ഏറ്റവും ശ്രേഷ്ഠമായെന്ന് കണക്കാക്കുന്നതൊക്കെ ഇന്ന് ശല്യങ്ങളായി മാറിക്കൊണ്ടിരിക്കുക. പ്രത്യേകിച്ച് പണമാണ്, സുഖമാണ്, സാമ്പത്തിക മെച്ചങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ ഇന്ന് കല്യാണം ആലോചിക്കുമ്പോൾ സമ്പത്താണ് പ്രധാനപ്പെട്ട മാനദണ്ഡം, ജോലിയാണ് പ്രധാനപ്പെട്ട മാനദണ്ഡം. അതുകൊണ്ട് കുടുംബങ്ങൾ തകർന്നു പോകുന്നു. യൂറോപ്പിലുള്ള ചെറുക്കൻ വരുമ്പോൾ യൂറോപ്പിൽ തന്നെയുള്ള പെണ്ണുണ്ടോ എന്ന് അന്വേഷിക്കുന്നു. ഒരേ ജോലിയുള്ള ചെറുക്കൻ ഒരേ ജോലിയുള്ള പെണ്ണുണ്ടോ എന്ന് അന്വേഷിക്കുന്നു. അവളുടെ സ്വഭാവം ആ കുടുംബച്ചാതൊന്നും നോക്കുന്നില്ല. അതുകൊണ്ട് എന്താ കല്യാണം കഴിഞ്ഞ് 5-6 വർഷങ്ങളിൽ തല്ലിപ്പിരിയുന്നു. പണ്ടത്തെ ഒരു 10 വർഷത്തിന് മുമ്പിനേക്കാളും 10 ഇരട്ടി ഡൈവോഴ്സ് എന്ന് സംഭവിക്കുന്നു. കാരണം കല്യാണമൊക്കെ ആലോചിക്കുമ്പോൾ സ്വഭാവമോ കുടുംബപശ്ചാത്തലമാണ് നോക്കുന്നെല്ലാം ജോലിയാണ് നോക്കുന്നത്, പണമാണ് നോക്കുന്നത്, രാജ്യമാണ് നോക്കുന്നത്. ഓസ്ട്രേലിയയിലുള്ള ഇറക്കം നോക്കുന്ന ഓസ്ട്രേലിയയിൽ തന്നെയുള്ള പെണ്ണുണ്ടോ നോക്കും. അവിടെ ചെന്ന് ജീവിക്കാമെന്ന് വിചാരിക്കുന്നത്. കുറേ പേരെങ്കിലും ശരിയായി പോകുന്നുണ്ടാകാം. പക്ഷേ പലരുമൊക്കെ ഈ സ്വത്ത് മാത്രം ഒബ്സഷനായി മാറിക്കഴിയുമ്പോൾ ബന്ധങ്ങളൊന്നും പ്രധാനപ്പെട്ടതല്ല. അതുകൊണ്ട് തന്നെ ഈ ബന്ധങ്ങൾ നിർവീര്യമാക്കി കളയുമ്പോൾ മാതാപിതാക്കൾ ശല്യമായി മാറുന്നു. ബന്ധങ്ങൾക്കൊരു പ്രസക്തിയുമില്ലാത്ത കാലഘട്ടങ്ങളിൽ പോയി ഭാര്യാഭർത്തൃ ബന്ധം പോലും പണത്തിൻ്റെ മാനദണ്ഡങ്ങൾ വെച്ചാണ് വിളക്ക് ചേർക്കുന്നത്. ഒരു കാലത്ത് വിവാഹ ബന്ധങ്ങൾ വിളക്ക് ചേർത്തിരിക്കുന്നത് നല്ല കുടുംബമാണോ എന്ന് നോക്കി, നല്ല സ്വഭാവമാണോ എന്ന് നോക്കി, നല്ല വിശ്വാസമുള്ളതാണെന്ന് നോക്കി, കുടുംബാംഗങ്ങളുടെ ഒക്കെ സ്വഭാവം നോക്കിയൊക്കെയായിരുന്നു. ഇപ്പം അതൊന്നും നോക്കുന്നില്ല. ഏത് രാജ്യത്തിൽ തന്നെയുള്ള ചെറുക്കന് അവിടെ തന്നെ പെണ്ണെ കിട്ടും, ആ പെണ്ണ് അവിടെ തന്നെ രാജ്യത്തുള്ള ചെറുക്കനെ കിട്ടുമോ, ഒരേ ജോലിയുള്ളവരെ കിട്ടുമോ? അതായത് കാഴ്ചപ്പാടുകൾ മാറിയപ്പോൾ തകിടം മറിയുന്ന ഒരു സാമൂഹിക വ്യവസ്ഥയിലേക്ക് പോയി. അതായത് പിശാച് വളരെ ഗൗരവമായി എല്ലാവരെയും ബാധിച്ചിരിക്കുന്നു. ഈ സാമ്പത്തിക മെച്ചമാണ് ജീവിതത്തിന് മുഴുവൻ ലാഭം എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു ഒബ്സഷനിലേക്കും ഒരു പൊസഷനിലേക്കും പൈശാച് നിന്നെ എത്തിച്ചിരിക്കുക. അതുകൊണ്ട് ഈ തലമുറയിൽ ആത്മീയ ആചാര്യന്മാരായ നമ്മൾ പ്രാർത്ഥിക്കാനും ബലിയർപ്പിക്കാനും പ്രാർത്ഥന ചെല്ലാനും ഒക്കെ അറിയുന്ന നമ്മൾ തമ്പുരാണ്ട് പ്രാർത്ഥിക്കുക, ദൈവമേ എൻ്റെ കൊച്ചെ തീയിലും വെള്ളത്തിലും വിളിച്ചുകൊണ്ടിരിക്കുക. നാശത്തിൻ്റെ കുഴികളിലേക്ക് തീ പോലെ അവൻ കത്തിപ്പോകുന്നു, വെള്ളത്തിൽ അവൻ ഒഴുകിപ്പോകുന്നു. അതുകൊണ്ട് കർത്താവെ നീ ഇവനെ സ്പർശിക്കണം. അപ്പം അവൻ പറയും വിശ്വാസത്തിൽ വളർത്തണം. വിശ്വാസം എന്ന് പറയുന്നത് ദൈവത്തിൽ അടിയുറച്ച ശരണമാണ് പ്രിയപ്പെട്ടവരെ. അതിന് നമ്മുടെ വേദപാഠവും കുർബാനകളും കൂദാശകളും നമ്മുടെ മിഷൻ ലീഗും നമ്മുടെ യുവജന പ്രസ്ഥാനങ്ങളും നമ്മുടെ സംഘടന ആ വിശ്വാസ ജീവിതത്തിൽ വളർത്തണം. വിശ്വാസം ഹൃദയത്തിൽ ഏറ്റിക്കണം. അല്ലാതെ വേറെ എന്താ വെച്ചാലും പാളിപ്പോവും. ഒരു മുറിയിൽ എലി ചത്ത് ചീഞ്ഞ് കിടന്നാൽ അതിൻ്റെ ദുർഗന്ധം കൊണ്ട് മുറി മുഴുവൻ നകയും. ഒരു മുറിയിൽ ഒരു പെർഫ്യൂം അത്തറിൻ്റെ കുപ്പി തുറന്നു വെച്ചാൽ അതായിരിക്കും എന്ന് സുഗന്ധം കൊടുക്കുന്നത്. ഈ പണവും ഭൗതിക സുഖങ്ങളും ഒക്കെയാണ് നല്ലതെന്ന് ചിന്തിക്കുന്ന ഒരു എലി ചത്ത് ചീഞ്ഞ് കിടക്കുന്ന പലരുടെയും മുറിയിൽ. അപ്പോൾ സംഭവിക്കുന്ന അതിന് ദുർഗന്ധം ജീവിതത്തിൽ മുഴുവൻ ഉണ്ടാകും. മറിച്ച് ആത്മീയ അടിത്തറയും ദൈവവിശ്വാസമാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് ചിന്തിച്ചു തുടങ്ങിയാൽ നമ്മുടെ കുടുംബങ്ങളിലും ജീവിതങ്ങളിലും വീണ്ടും സന്തോഷം കരുതണം. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഞാനും പ്രാർത്ഥിക്കുന്നു, അപ്പനെ പോലെ കർത്താവെ ഞങ്ങളെ നീ സ്പർശിക്കണം, ഞങ്ങളെ നീ സുഖപ്പെടുത്തണം. അനേക ആളുകൾക്ക് ചിന്താധാരകളിലുള്ള പൈശാചികതയെ കിടക്കുന്നത്. കൊമ്പും പാലും വെച്ചെന്ന് പിശാച് വന്ന് ആരെ പീഡിപ്പിക്കുന്നതോ വെള്ള സാരിയൊക്കെ ചുറ്റുന്ന പ്രേതങ്ങളൊന്ന് പീഡിപ്പിക്കുന്നതിനെക്കുറിച്ചല്ല ഞാൻ പറഞ്ഞു വെക്കുന്നത്. തിന്മകൾ പെരുകുന്നു, ചിന്താധാരകളിൽ തിന്മകൾ പെരുകുന്നു. അത് താടി വെച്ച പയ്യനെക്കുറിച്ചായാലും അല്പവസ്ത്രധാരണിയായ മകളെക്കുറിച്ചായാലും മൊബൈലിലെ തോണ്ടലിനെക്കുറിച്ചായാലും അശ്ലീല സിനിമകൾ കാണുന്നതിനെക്കുറിച്ചായാലും പണത്തിൻ്റെ വ്യഗ്രതയെക്കുറിച്ചായാലും കൊട്ടേഷ് സംഘത്തെക്കുറിച്ചായാലും എല്ലാത്തിനെക്കുറിച്ചാലും ഇത് പിശാചിൻ്റെ വിളയാട്ടമാണ്. ആ പിശാചിനെതിരായി പ്രാർത്ഥന കൊണ്ടും ഉപവാസം കൊണ്ടും വിശ്വാസം കൊണ്ടും കരുത്താർജിച്ച് മുന്നോട്ട് പോകാൻ ഒരു പുതിയ തലമുറ, മുതിർന്ന തലമുറ താല്പര്യം കാണിക്കണം എന്നാണ് ഞാൻ ആവശ്യപ്പെടുക. പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, നിൻ്റെ വലിയ കാരുണ്യം ഞങ്ങളുടെ മേൽ നീ വർഷിക്കണമേ. തിന്മയുടെ സ്വാധീനത്തിൽ പെട്ടുപോകുന്ന പുതിയ തലമുറയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പൈശാചിക പീഡ മൂലം വ്യക്തിത്വം നഷ്ടപ്പെട്ട് ഒന്നുമല്ലാതെയായി പോകുന്ന ഈ തലമുറയെ കാത്തുകൊള്ളണമേ. നീ രക്ഷിക്കണമേ കർത്താവേ. നിൻ്റെ വലിയ കാരുണ്യം അയക്കണമേ. പൈശാചിക പീഡകളെ നീ പരാജയപ്പെടുത്തണമേ. സാത്താൻ്റെ തല തകർത്ത പരിശുദ്ധ മറിയത്തിൻ്റെ മധ്യസ്ഥത്തോടെ ഈ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ.